സോ ന്യൂ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, സെക്കൻഡ് ചാപ്റ്ററാണ് ഇത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോഴെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അതായത് ഇപ്പം എന്തെങ്കിലും വല്ല ചാർജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചാർജുകൾ ഇരിപ്പുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് കുറേ ചാർജുകൾ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാനൊരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടത് ഫോഴ്സാണ്. ന്യൂട്ടൺ പെർ കൂളമാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം തന്നെ മനസ്സിലായല്ലോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. ന്യൂട്ടൺ പെർ കൂളം. ഒരു യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി വേറൊരാളാണ് പറയാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പിടിവിടുന്ന ആ നിമിഷം, ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കും കേട്ടോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചാർജാണെന്ന് തൽക്കാലം ഇമാജിൻ ചെയ്ത് തരും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചാർജുകളാണ് ഇതെല്ലാം. അപ്പം ഞാൻ ഈ 1 കൂളം ചാർജ് ഞാൻ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്താ ഹോൾഡ് ചെയ്യുന്നത്? കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് വെച്ചിരിക്കുക. ഞാൻ പിടിവിടുന്ന ആ സെക്കൻഡിൽ ഈ 1 കൂളം അങ്ങോട്ട് ഒരു എനർജിയോടുകൂടി അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? നിങ്ങൾ ആ നല്ല സ്ട്രോങ് ചാർജ് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. 1 കൂളം ചാർജ് ഞാൻ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൈ വിട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഫോഴ്സ് കാരണം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഇതങ്ങോട്ട് നല്ല മോഷനിൽ ഒരു എനർജിയോടുകൂടി അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇത് എനർജിയോടുകൂടി അങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊരു എനർജി ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഇതിനെന്തുണ്ട്? എനർജി ഉണ്ട്. ദിസ് യൂണിറ്റ് ചാർജ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊസിഷൻ കാരണം അതിനൊരു എനർജി ഉണ്ട്. കാരണം ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല മോഷനിൽ അങ്ങനെ മൂവ് ചെയ്യും, നല്ല ഫോഴ്സിൽ മൂവ് ചെയ്യും. അപ്പോൾ ദിസ് 1 കൂളം ചാർജ്, ഇതിനകത്ത് ഫോഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ 1 കൂളം ചാർജിൽ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. പിടിവിടുന്ന ആ നിമിഷം ആ സ്റ്റോർ ചെയ്ത എനർജി കാരണം അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ദിസ് 1 കൂളം ഹാസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ 2 രീതിയിലുള്ള ഡെഫിനിഷൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള ഡെഫിനിഷൻ പറഞ്ഞുതരാം. രണ്ടും പഠിച്ചു വെച്ചോ. ഞാൻ ഇവിടെ സെൻറ്റൻസിൽ നിന്ന് എഴുതിക്കോട്ടെ കേട്ടോ, നിങ്ങൾ ബോറിംഗ് ആയിട്ട് തോന്നരുത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിനോട്ടഡ് ബൈ വി. സിമ്പിൾ മറക്കണ്ട. വി ഈസ് ഡിഫൈൻഡ് ആസ്, വേറെ ഡെഫിനിഷൻ ഉണ്ട്, ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ കേൾക്കുന്ന ഒരു പൊസിഷൻ കാരണം ഉണ്ടാവുന്ന എനർജി. ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. at the given point. ആ പോയിന്റിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ 1 കൂളം ചാർജിന് ആ പോയിന്റിൽ ഉണ്ടാവുന്ന എനർജി. ഓക്കെ, അതാണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ. നമ്മളതിനെ വി എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒരു 1 കൂളം ചാർജ് ഒരു സ്പേസിൽ വെച്ചാൽ 2 ആൾക്കാരുണ്ട് അവിടെ. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ്, വേറൊന്ന് എനർജി ഡ്യൂ ടു പൊസിഷൻ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. Or it can be defined in another way. Electrostatic potential can be defined in another way. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ എനർജി മുഴുവൻ കിട്ടിയത്? ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതാണോ? ഇയാൾക്ക് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എനർജി കിട്ടുമോ? ഇല്ല. ഇയാൾക്ക് എനർജി കിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഈ 1 കൂളം ചാർജിന് എവിടുന്ന് എനർജി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഈ 1 കൂളം ചാർജ് വേറെ അകലെയായിരുന്നു. ഇനീഷ്യലി 1 കൂളം ചാർജ് എവിടെയായിരുന്നു? ഇൻഫിനിറ്റിയിലായിരുന്നു. ഈ 1 കൂളം ചാർജ് ഇൻഫിനിറ്റിയിലായിരുന്നു. ഇൻഫിനിറ്റിയിലുണ്ടായിരുന്ന ചാർജിനെ ഞാനിങ്ങനെ പതുക്കെ ഫോഴ്സ് കൊടുത്ത് ഈ ക്യൂ റിപ്പൽ ചെയ്യുന്നുണ്ടല്ലോ, ഈ 1 കൂളത്തിനെ ക്യൂ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് ഞാൻ ചെറിയ ഫോഴ്സ് കൊടുത്ത് ഇയാളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. കാരണം ക്യൂ ഇതിനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. എവറി ടൈം ക്യൂ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ 1 കൂളത്തിന് ഇവിടം വരെ എത്തിച്ചത്. ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടാണ്, അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് എത്തുന്നതല്ല. അപ്പം ഞാൻ കുറേ വർക്ക് ചെയ്തു. ഞാൻ ചെയ്ത ആ വർക്ക് ഇവിടെ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്ത വർക്ക് എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ എനർജിയാണ് വി എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ഗിവൺ പോയിന്റ്. അങ്ങനെയും പറയാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ it is defined as വേറൊരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ. ആ പൊട്ടൻഷ്യൽ എനർജി വെറുതെ കിട്ടുന്നതല്ല, വർക്ക് ചെയ്തിട്ട് ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രോം ഇൻഫിനിറ്റി to the given point without acceleration. അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കണേ. വിത്തൗട്ട് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഒന്നും വേണ്ട. അതായത് സ്ലോവിലി പതുക്കെ ഇങ്ങനെ നീക്കിയാൽ മതി. അല്ലോ നല്ല ഫോഴ്സിലൊന്നും എത്തണ്ട. നമുക്ക് ഇവിടം വരെ എത്തിക്കിട്ടിയാൽ മതി. പതുക്കെ അല്ലേ നീക്കി ആക്സിലറേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നീക്കി ഇവിടെ എത്തിക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ. അപ്പോൾ ദാറ്റ് വർക്ക് ഡൺ ഈസ് ഓൾസോ വി. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത് ആ വർക്ക് വഴി കിട്ടിയതാണ്. ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ഗിവൺ പോയിന്റ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ. യൂണിറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഹെൻസ് ഇറ്റ് വിൽ ബി ജൂൾസ് പെർ കൂളം. ജൂൾസ് പെർ കൂളം വരാൻ കാരണം ഒരു കൂളത്തിൽ എത്ര വർക്ക് ചെയ്ത്, അല്ല ഒരു കൂളത്തിൽ എത്ര എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിനെ വോൾട്ട് എന്നും പറയും. അനദർ യൂണിറ്റ് ഈസ് വോൾട്ട്. കേട്ടിട്ടുണ്ടാവും 1 വോൾട്ട് 2 വോൾട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ due to a point charge. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോർമുലയും ഒരു ക്വസ്റ്റ്യനും ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്, ക്യൂ എന്ന് പറഞ്ഞ ആൾ. ഇവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെ, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ? 6 ഡിസ്റ്റൻസ് അകലെ. 6 ഡിസ്റ്റൻസ് അകലെ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അവിടെയുള്ള പൊട്ടൻഷ്യൽ വി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് എനർജിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ വിൽ ബി എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അവിടെ 1 കൂളം ചാർജിന് എന്ത് എനർജി കാണും? അതാണല്ലോ പൊട്ടൻഷ്യൽ. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചിട്ടാണല്ലോ ഇയാൾക്ക് എനർജി കിട്ടിയത്. അപ്പോൾ ഇതിലെത്ര എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് 1 കൂളത്തിൽ, അതിൻ്റെ ഡെറിവേഷൻ അല്ല, ഫോർമുല ഇപ്പോൾ പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജ് ചെയ്ത് 6 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കാം. K ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ. അതായത് 1/4π, K എന്ന് പറഞ്ഞാൽ 1/4πε0.
നമുക്ക് ഇങ്ങനെ എഴുതണല്ലേ കുറച്ചുകൂടി നല്ലത്. കെ ക്യൂ ബൈ ആർ, കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതരുത്, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയായി മാറും. ആർ സ്ക്വയർ അറിയാതെ പോലെ ആർ സ്ക്വയർ എന്ന് എഴുതി പോവല്ലേ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോഴാണ് ആർ സ്ക്വയർ വരുന്നത്. അതും കൂടി വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചേക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ അത് നമ്മളെ കൂളംസ് ലോ വഴി കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അത് നമ്മൾ വെറുതെ ഒന്ന് ഇരിക്കട്ടെ, അതായത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറയണേ. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പറയണമെങ്കിൽ കെ ക്യൂ ബൈ ആർ സ്ക്വയർ യൂസ് ചെയ്യുക ബൈ കൂളംസ് ലോ. പക്ഷെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് കാണാൻ പറയണമെങ്കിൽ കെ ക്യൂ ബൈ ആർ എന്ന് എഴുതിയാൽ മതി. സോ ഇതൊന്ന് എഴുതി, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ, ഐ മീൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. Calculate the potential at a point P due to the charge 4 into 10 raised to minus 7 coulomb located 9 centimeter away. ഒരു ചാർജ് ഉണ്ട്, ക്യൂ ആണ് ചാർജ്, 4 into 10 raised to minus 7 coulomb ആണ് ചാർജ്. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ഇവിടുന്ന് എത്ര? 9 സെൻറ്റിമീറ്റർ അല്ലേ? R equal to 9 centimeter, 9 into 10 raised to minus 2 meter. അവിടെ ഒരു ടെസ്റ്റ് ചാർജ് 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? അവിടെയുള്ള എനർജി എന്താണ് ഫോർ 1 കൂളം ചാർജ്? അതാണ് നമുക്കറിയേണ്ടത്. നമ്മളെ കയ്യിൽ ഫോർമുല ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല കെ ക്യൂ ബൈ ആർ ഓർ 1/4/ε0 ഇൻറ്റു ക്യൂ ബൈ ആർ. അതിൽ ആ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 10 raised to 9 ആണ്. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ 4 into 10 raised to minus 7 ഡിവൈഡ് ബൈ ആറ്. അറിയാണ്ട് ആർ സ്ക്വയർ എഴുതല്ലേ, നമ്മൾ കൂളംസ് ലോയുടെ കാര്യം ആലോചിച്ച്. ആറാണ്. ആറ് എന്ന് പറഞ്ഞാൽ 9 into 10 raised to minus 2. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 9 വെട്ടിപ്പോവും. ഇവിടെ 4 into 10 raised to ന്യൂമറേറ്ററിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9 + -7, 9 + -7 2 ആണ് ബൈ 10 raised to -2. 4 into 10 raised to പവർ തമ്മിൽ മൈനസ് ചെയ്യുക, പവർ തമ്മിൽ 2 minus of -4 വോൾട്ട് ഓർ ജൂൾസ് പെർ കൂളം. നിങ്ങൾ യൂണിറ്റും കൂടി അവിടെ എഴുതാൻ മറന്നു പോകരുത്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ.